നിങ്ങളൊരു സെലിബ്രിറ്റിയുടെ വാക്ക് കേട്ട് ഏതെങ്കിലും ഉൽപ്പന്നം വാങ്ങുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും സർവീസ് സ്വീകരിക്കുകയോ ചെയ്തതിനു ശേഷം ആ ഉൽപ്പന്നം കേടുവരികയോ അല്ലെങ്കിൽ സർവീസിൽ വല്ല പോരായ്മയോ സംഭവിക്കുകയോ ചെയ്താൽ ആ സെലിബ്രിറ്റിക്കെതിരെ നിങ്ങൾക്ക് നഷ്ടപരിഹാരത്തിനായി കൺസ്യൂമർ കോടതിയിൽ കേസ് ഫയൽ ചെയ്യാൻ കഴിയും. ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് ഏറെ സുപ്രധാനമായ ഒരു വിധിയാണ് കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതി നടത്തിയത്. നടൻ ശ്രീ മോഹൻലാൽ നൽകിയ റിട്ട് പെറ്റീഷനിലാണ് ഹൈക്കോടതിയുടെ ഈ കണ്ടെത്തൽ. സംഭവം ഇങ്ങനെയാണ്. പരാതിക്കാരൻ 15% വാർഷിക പലിശക്ക് കാത്തലിക് സിറിയൻ ബാങ്കിൽ നിന്നും സ്വർണ്ണ പണയ വായ്പ എടുക്കുന്നു. പിന്നീട് 12% വായ്പ എന്ന മണപ്പുറം ഫൈനാൻസിന്റെ പരസ്യം കണ്ട് അയാൾ കാത്തലിക് സിറിയൻ ബാങ്കിൽ നിന്നും സ്വർണം പിൻവലിച്ച് മണപ്പുറം ഫൈനാൻസിൽ വെക്കുന്നു. പിന്നീട് ലോൺ ക്ലോസ് ചെയ്യാൻ നേരത്തെ പരസ്യത്തിൽ വാഗ്ദാനം ചെയ്യപ്പെട്ട 12%-ലധികം പലിശ ഈടാക്കിയെന്നും ആ അധികമായി ഈടാക്കിയ പലിശയും കൂടാതെ അദ്ദേഹത്തിനുണ്ടായ മാനസിക വിഷമത്തിനും ബുദ്ധിമുട്ടുകൾക്കും പരിഹാരമായി 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് പരാതിക്കാരൻ തിരുവനന്തപുരം ജില്ലാ കൺസ്യൂമർ കോടതിയെ സമീപിക്കുന്നത്. മണപ്പുറം ഫൈനാൻസിന്റെ ബ്രാൻഡ് അംബാസഡർ എന്ന നിലയിൽ നടൻ ശ്രീ മോഹൻലാലിനെ കേസിൽ കക്ഷിയാക്കി ചേർക്കുകയും ചെയ്തു. എന്നാൽ മോഹൻലാൽ അതിന് മറുപടി ഫയൽ ചെയ്യുകയും അദ്ദേഹത്തെ കേസിൽ കക്ഷിയാക്കിയത് നിയമപരമായി നിലനിൽക്കില്ല എന്ന് വാദിക്കുകയും ചെയ്തു. എന്നാൽ 2019 കൺസ്യൂമർ ആക്ടിലെ സെക്ഷൻ 2(18) പ്രകാരം എൻഡോഴ്സ്മെന്റ് അഥവാ അഡ്വർടൈസ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ ബ്രാൻഡ് അംബാസഡർക്കെതിരെയുള്ള കേസ് നിലനിൽക്കുമെന്നാണ് ജില്ലാ കൺസ്യൂമർ കോടതിയുടെ കണ്ടെത്തൽ. അതിനെതിരെ അദ്ദേഹം സ്റ്റേറ്റ് കമ്മീഷനെ സമീപിച്ചു. പക്ഷേ സ്റ്റേറ്റ് കമ്മീഷനും ജില്ലാ കമ്മീഷന്റെ ഫൈൻഡിങ്ങിനെ ശരിവെക്കുകയാണ് ഉണ്ടായത്. അതിനെതിരെയാണ് ശ്രീ മോഹൻലാൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ റിട്ട് ഫയൽ ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി നേരത്തെ ജില്ലാ കമ്മീഷൻ മോഹൻലാലിന്റെ വാദം തള്ളാൻ കാരണമായി ചൂണ്ടിക്കാണിച്ച കൺസ്യൂമർ ആക്ടിലെ സെക്ഷൻ 2(18) പരിശോധിച്ചു. സെക്ഷൻ 2(18) എൻഡോഴ്സ്മെന്റിനെ പറ്റിയാണ്. അഥവാ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസിനെ സംബന്ധിച്ച് പരസ്യം ചെയ്യുന്നയാൾ ആ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ശരിക്കും അയാളെ റെക്കമെൻഡ് ചെയ്യുകയോ അംഗീകരിക്കുകയും അതല്ലെങ്കിൽ അയാൾക്ക് തന്നെയും ആ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് നല്ലൊരു അനുഭവം ഉണ്ടായി എന്ന് തോന്നിപ്പിക്കുന്ന ഒരു എലമെന്റ് പരസ്യത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് എൻഡോഴ്സ്മെന്റ് ആയി കണക്കാക്കുമെന്നാണ് സെക്ഷൻ പറയുന്നത്. എന്നാൽ ഈ ആക്ടിൽ പറയുന്ന എൻഡോഴ്സ്മെന്റ് കൺസ്യൂമർ കോടതി മുമ്പാകെയുള്ള കേസുകളിൽ ബാധകമല്ല എന്നാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. അതേസമയം സെക്ഷൻ 21 പറയുന്ന കൺസ്യൂമർ സെൻട്രൽ അതോറിറ്റിയുടെ നടപടികളുമായി ബന്ധപ്പെട്ടാണ് ഈ ഡെഫിനിഷൻ കൂട്ടി വായിക്കേണ്ടത് എന്നാണ്. അഥവാ എൻഡോഴ്സ്മെന്റ് കണ്ടെത്തി കഴിഞ്ഞാൽ, ഏതെങ്കിലും പരസ്യത്തിൽ എൻഡോഴ്സ്മെന്റ് ഉണ്ട് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ സെൻട്രൽ കൺസ്യൂമർ അതോറിറ്റിക്ക് കമ്പനിക്കെതിരെ അല്ലെങ്കിൽ ബ്രാൻഡ് അംബാസഡർക്കെതിരെ ഫൈൻ അടക്കമുള്ള നടപടികൾ എടുക്കാൻ സാധിക്കും. അതേസമയം കൺസ്യൂമർക്ക് ബ്രാൻഡ് അംബാസഡർക്കെതിരെ കേസ് കൊടുക്കണമെങ്കിൽ കൺസ്യൂമറും ബ്രാൻഡ് അംബാസഡറും തമ്മിൽ വിൽപ്പനയുമായോ സേവനവുമായോ ബന്ധപ്പെട്ട് ഒരു ഡയറക്റ്റ് ലിങ്ക്, അവർ നേരിട്ടുള്ള ഇടപാട് കാണിക്കണം എന്നാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. അതുകൊണ്ട് ഏതെങ്കിലും ഉൽപ്പന്നമോ സേവനമോ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതിന്റെ ക്വാളിറ്റി നിങ്ങൾ തന്നെ നേരിട്ട് ഉറപ്പുവരുത്തുക. അല്ലാതെ വല്ലവരും പറയുന്നത് കേട്ട് അതിന്റെ പിന്നാലെ പോയാൽ അവസാനം കെണിയിലാവുന്നത് നിങ്ങൾ തന്നെ ആയിരിക്കും എന്നതാണ് ഈ വിധിയുടെ ആകത്തുക.